മരണത്തിന്റെ അധികാരിയായിരുന്ന സാത്താന്റെ മരണത്തിന്മേലുള്ള അധികാരത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ ഇന്ന് എന്നേക്കുമായി നീക്കിക്കളഞ്ഞു. യേശു കർത്താവിനെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും കർത്താവും ദൈവമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ പിശാചിന് അധികാരമില്ല. മാനവകുലത്തിന് പാപമോചനം നൽകുവാൻ തന്നെ ക്രൂശിലെ പരമയാഗമാക്കി തീർത്ത കർത്താവിൻ്റെ കരങ്ങളിലാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന, ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് മരിക്കുന്ന നിമിഷത്തിൽ തന്നെ സ്വർഗത്തിൽ ആ വ്യക്തിയുടെ ആത്മാവ് ചെന്നു ചേരുന്നു. ശരീരം ഭൂമിയിൽ അടക്കപ്പെടുന്നു. ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ എന്നായാലും ഒരു മരണമുണ്ട്. ഈ മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിലല്ല മരിക്കുന്നുവെങ്കിൽ നിത്യമരണമുണ്ട്. ഈ നിത്യമരണത്തിലേക്ക് രക്ഷിക്കപ്പെട്ട ഒരാത്മാവ് പ്രവേശിക്കുകയില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനും ദൈവമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരിക്കലും നിത്യമരണത്തിന് അവകാശിയായി തീരുകയില്ല. അതിന് കാരണം യേശുക്രിസ്തുവിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടത്. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനം താവ് അനുവദിക്കുന്നുള്ളൂ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലും കർത്താവിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതൽ ഭയപ്പെടേണ്ട കാര്യമില്ല. പാപം ചെയ്യാതെ തന്നെ സൂക്ഷിച്ച് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ വസിപ്പാനുള്ള കൃപ നമ്മോടുകൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിത്യമരണത്തെയും നാം ഭയപ്പെടേണ്ടതില്ല. ജീവൻ തന്ന ക്രിസ്തു യേശുവിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുന്നു.